തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വല്ല രക്ഷയും കിട്ടുമോ എന്ന ആലോചന സ്വാഭാവികമായി ബിജെപിക്ക് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഉറപ്പായും സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. ആർക്കും സംശയമില്ലാത്ത കാര്യമാണിത്. ഇതുകൊണ്ടൊന്നും സുരേഷ് ഗോപിയെ രക്ഷിക്കാൻ ഇഡിക്കോ ബിജെപിക്കോ കഴിയില്ല. സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ദിനം തോറും കുറഞ്ഞു വരികയാണെന്ന് മുഖ്യമന്ത്രി തൃശൂരിൽ പറഞ്ഞു. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത താങ്ങുവില, സംഭരണത്തിന്റെ ഗ്യാരണ്ടി, കർഷകാത്മഹത്യ, വായ്പ എഴുതിത്തള്ളൽ ഇവയെക്കുറിച്ചെല്ലാം പൂർണ്ണമായി മൗനം പാലിച്ച് എങ്ങനെയാണ് കർഷകരെ ശാക്തീകരിക്കുക എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. 2014 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും കടാശ്വാസം നൽകുമെന്ന് BJP വാഗ്ദാനം ചെയ്തിരുന്നു. 10 വർഷമായിട്ട് ഇന്നുവരെ 10 രൂപയെങ്കിലും മോദി സർക്കാർ കടാശ്വാസം നൽകിയോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കർഷകർക്കുള്ള എല്ലാ പ്രധാന ബജറ്റ് വിഹിതവും വെട്ടിക്കുറച്ചു. ഇത് എങ്ങനെയാണ് ശാക്തീകരണമാവുക? ഓരോ ഇന്ത്യക്കാരനും ഒരു വീട് എന്നതായിരുന്നു 2019 BJP നൽകിയ വാഗ്ദാനം. അതിന്റെ ഗതി എന്തായി? അതും പറയേണ്ടതല്ലേ? 2024 മാനിഫെസ്റ്റോയിൽ ഇതേക്കുറിച്ച് പരിപൂർണ മൗനമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഭവനരഹിതരല്ലാത്ത കേരളം എന്ന മുദ്രാവാക്യമാണ് കേരളത്തിലെ ഇടതു സർക്കാർ ഉയർത്തിയത്. ആ സ്വപ്ന സാക്ഷാത്കാരത്തോട് അടുക്കുകയാണ് സംസ്ഥാനം. ഇപ്പോൾ 4 ലക്ഷം വീടുകളെന്ന നാഴികക്കല്ല് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇതുവരെ 4,35,058 വീടുകളാണ് പൂർത്തിയാക്കിയത്. 1,52,000 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഗുണഭോക്താക്കളുടെ ആകെ എണ്ണം 5,36,010 ആണ്. ഇതിൽ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭരണഘടനാ വിരുദ്ധരെ ശിക്ഷിക്കാനാണെന്നാണ് നരേന്ദ്രമോദിയുടെ ഭാഗം. സംഗതി പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിക്കെതിരെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രൂക്ഷമായ വിമർശനമായിരുന്നു അത്. രാജ്യത്തെ കേന്ദ്ര സർക്കാർ വികസനത്തിലേക്ക് നയിക്കുമ്പോൾ അതിനെ എതിർക്കുകയാണ് പ്രതിപക്ഷം നടത്തുന്നത്. പ്രതിപക്ഷ നേതാക്കൾ ഭരണഘടനയെ വെച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്നും മോദി പറഞ്ഞു. ബീഹാറിലെ ഗയയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയോട് BJPക്ക് പ്രത്യേക നിലപാടുണ്ട്. അത് കേരളത്തെ തകർക്കുക എന്ന നിലപാടിന്റെ ഭാഗം തന്നെയാണ്. എന്തുകൊണ്ടോ കടുത്ത വിരോധ സമീപനം തന്നെയാണ് കേരളത്തോട് BJP സ്വീകരിക്കുന്നത്. നോട്ട് നിരോധന കാലത്ത് കേരളത്തിലെ സഹകരണ മേഖലയെ വേട്ടയാടാൻ ശ്രമം നടന്നിരുന്നു. അന്ന് കേരള സർക്കാർ സഹകരണ മേഖലയ്ക്കൊപ്പം നിന്നു. കേരളത്തിലെ സഹകരണ മേഖല നല്ല നിലയിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ഒരു മേഖലയാണ്. അതിന്റെ ഭാഗമായാണ് കോടാനുകോടി രൂപയുടെ നിക്ഷേപവും കോടാനുകോടി രൂപയുടെ വായ്പകളും ഓരോ സഹകരണ സ്ഥാപനങ്ങളിലും നടക്കുന്നത്. ഇത് വിശ്വാസ്യതയുടെ പ്രശ്നം കൂടിയാണ്. ആ വിശ്വാസ്യത നിലനിർത്തിപ്പോരാൻ സഹകാരികൾ നല്ല ശ്രമം നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ കേന്ദ്രം കൈകടത്തുകയാണെന്നും കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇത് വാസ്തവ വിരുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. കേരളം ഉന്നയിച്ച കാര്യങ്ങൾ 5 അംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുമെന്ന് പറഞ്ഞത് എങ്ങനെയാണ് കേരളത്തിന് തിരിച്ചടിയാകുന്നതെന്നും കേരളം കൊടുത്ത കേസ് പിൻവലിച്ചാൽ മാത്രം പണമെന്ന കേന്ദ്രത്തിന്റെ നിലപാട് സുപ്രീം കോടതി തള്ളിയില്ലേ? കേരളം ഉന്നയിച്ച വാദങ്ങൾ കോടതി ഗൗരവത്തോടെ പരിഗണിക്കുമ്പോൾ കേരളം നൽകിയ കേസിന് പുതിയ മാനങ്ങൾ ദേശീയ തലത്തിൽ തന്നെ കൈവരികയാണ്. കേരളത്തെക്കുറിച്ച് കടുത്ത ആക്ഷേപങ്ങളാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത്. അദ്ദേഹം നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയ അംഗീകാരങ്ങൾ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളമാണ് ഒന്നാമത്. ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനവും കേരളമാണ്. 10 വർഷത്തെ പ്രോഗ്രസ് കാർഡ് വെച്ചിട്ട് വോട്ട് ചോദിക്കാൻ BJPക്ക് ധൈര്യമുണ്ടോ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വെല്ലുവിളിച്ചു. കുറ്റം ചെയ്തവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണം. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും സർക്കാരിനില്ല. കരുവന്നൂരിന്റെ കാര്യത്തിലും സർക്കാർ ഇതാണ് സ്വീകരിച്ചത്. വിവിധ തലത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായി കരുവന്നൂരിലെ നിക്ഷേപകർക്ക് 117 കോടി രൂപ തിരിച്ചു നൽകുന്നതിന് ഇനിയും ആവശ്യപ്പെടുന്നവർക്ക് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നിക്ഷേപം തിരിച്ചു നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ബാങ്ക് എത്തിയിട്ടുള്ളത്. ബാങ്ക് തകർന്നു പോവുകയല്ല, കൃത്യമായ ഇടപാടുകൾ നടത്തിക്കൊണ്ടാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത്. ബാങ്ക് തകർന്നു പോവുകയല്ല ചെയ്തത്, പക്ഷേ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.